മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെ സഹനാത്മാക്കൾ എന്ന ഈ പ്രത്യേക കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈശോ തന്നെയും തൻ്റെ വചനപ്രഘോഷണ മേഖലകളിൽ സന്ദർഭങ്ങളിലെല്ലാം തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരായി ശ്രോതാക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തതായി നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷൻ ലോകമാസകലമായി പലയിടങ്ങളിലിരുന്ന് ധ്യാനിക്കുന്ന നമുക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകാൻ, പുതിയ ബോധ്യങ്ങൾ നൽകാൻ, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ആരും നമുക്ക് നൽകാതെ പോയ, അധികമാരും തരാതെ പോയ സഭയുടെ വലിയ ആത്മീയ ഭണ്ഡാരങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് തീർച്ചയായും ഉപകാരപ്രദമാകും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ 7 ദിവസങ്ങളിലെ വചനശ്രവണത്തെയും ശുശ്രൂഷകളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് ഏതൊരു ദൈവിക കാര്യങ്ങളെയും നയിക്കുന്നതും നിയന്ത്രിക്കേണ്ടതും മുന്നോട്ട് നയിക്കുന്നതും. നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സഹായം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, ഈ ആരംഭ ദിവസം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് ഈ 1.5 മണിക്കൂർ നേരം ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളും ഞങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ആഴത്തിൽ ഹൃദയസ്ഥമാക്കാൻ, മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവേ, ബോധ്യത്തിൻ്റെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ തന്നെയും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളിലേക്ക് വിശുദ്ധിയുടെ ആത്മാവെ കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഓ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ആത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. സ്വാഗതം ചെയ്യാം പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിത വഴികളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ മേഖലകളിലേക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ ക്ഷണിക്കാം. ആരാധന, ആരാധന. Come
come Holy Spirit come, come Holy Spirit come, come Holy Spirit come. Come Holy Spirit come, come Holy Spirit come, come Holy Spirit come. Come Holy Spirit come, come Holy Spirit come, come Holy Spirit come. Come Holy Spirit come, come Holy Spirit come, come Holy Spirit come. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് വരണമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് വരണമേ. Come Holy Spirit, come Holy Spirit. ആരാധന, ആരാധന, ആത്മാവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധനായ ദൈവമേ, ഈ മണിക്കൂറുകളിൽ വചനങ്ങൾ കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന പ്രവാചക വചനങ്ങളെ യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും അങ്ങാൽ പഠിപ്പിക്കപ്പെട്ടവരായി മാറാൻ ഈ മണിക്കൂറുകളെ അവിടുന്ന് എടുത്തുപയോഗിക്കണമേ. പലയിടങ്ങളിലായി പല സമയത്തായി ഈ വചനങ്ങളെ കേൾക്കുന്ന ഓരോ മക്കൾക്കും അവിടുന്ന് തന്നെ ഉത്തമമായ ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഏറ്റവും സ്നേഹമുള്ളവരെയും, നമ്മൾ ഈ ഒരു 7 ദിവസത്തെ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനാത്മാക്കൾ എന്ന തലക്കെട്ടോടുകൂടിയ ഈ ഒരു കൺവെൻഷൻ ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ അധികമാരും നമ്മളാരും കേൾക്കാത്ത ഒരു തലക്കെട്ടാണിത്. അല്ലെങ്കിൽ ആ തലക്കെട്ടോടുകൂടിയ ഒരു കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കൺവെൻഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഈ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു ധ്യാനം അല്ലെങ്കിൽ നമ്മൾ ആഴമായ ആത്മീയ ബോധ്യങ്ങളിലേക്ക് കടക്കാനുള്ള സഭയോടൊത്തുള്ള ചില ചിന്തകളും അതുപോലെ തന്നെ നമ്മൾ നേടിയെടുക്കേണ്ട ചില ബോധ്യങ്ങളുമാണ് ഈ ദിനങ്ങളിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. തീർച്ചയായും വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായൊരു ആഗ്രഹമെന്ന് പറയുന്നത് ആളുകളോട് സംവദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചും ആ ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് നടക്കുന്നതല്ല. വാസ്തവത്തിൽ നമ്മളിലേറെയും പേർക്ക്, ധാരാളം ക്രൈസ്തവർക്കും കത്തോലിക്കർക്കും അക്രൈസ്തവർക്കും ഒക്കെ സംശയങ്ങളുള്ള കുറേ മേഖലകളുണ്ട്. പ്രത്യേകിച്ചത് നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട്, മരണത്തിന് ശേഷമുള്ള ആത്മാവിൻ്റെ അവസ്ഥകളെക്കുറിച്ച്
ഒക്കെ പല മതങ്ങളും പലത് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഒരു മതവിശ്വാസത്തിലുള്ളവർക്ക് തന്നെയും അതിനെക്കുറിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് എന്താണ് എന്ന് പോലും വ്യക്തതയില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പോലും. കത്തോലിക്ക വിശ്വാസികൾക്ക് നമ്മുടെ വിശ്വാസപ്രകാരം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ ബോധ്യമാകേണ്ടതുണ്ട്. നമുക്ക് മരണത്തെ സംബന്ധിച്ച് പല വിധത്തിൽ നമുക്ക് സംസാരിക്കാം. വിശ്വാസമില്ലാത്തവരോട് അല്ലെങ്കിൽ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ഇല്ലാത്തവരോടാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വേറെ വിധത്തിലായിരിക്കാം. കാരണം അവർക്ക് വേറെ പല മേഖലകളിലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടാകാം. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിലേത് പ്രത്യേകമായിട്ട് നമ്മുടെ കത്തോലിക്ക വിശ്വാസമനുസരിച്ച്, ബൈബിളിൻ്റെയും തിരുസഭയുടെയും പഠനമനുസരിച്ച്, വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെയും ബോധ്യങ്ങളനുസരിച്ച് അവരെങ്ങനെ മരണത്തെ കണ്ടു, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കണ്ടു, മരണാസന്നരെ കണ്ടു, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിത സാധ്യതകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന് കാരണമാകുന്നത് എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കുന്നത്. വാസ്തവത്തിൽ ഓരോ ധ്യാനവും അപ്രകാരമാകേണ്ടതല്ലേ? രോഗശാന്തികളോ ഭൗതികമായ കുറേ നന്മകളൊക്കെ അതൊക്കെ നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരു രോഗശാന്തി നേടിയതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകുമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഒരു ഭൗതികമായ കുറേ അനുഗ്രഹങ്ങൾ നേടിയെടുത്തു എന്ന് കരുതി ആർക്കും സ്വർഗമോ നിത്യജീവിതമോ ഉറപ്പാകുന്നില്ല. എന്ന് മാത്രമല്ല, ഇതൊക്കെ നേടിയെടുത്ത പലരും നാശത്തിൻ്റെ വക്കിലൂടെ പോകാനും സാധ്യതയുണ്ട്. നേടിയെടുത്തതോ അല്ലെങ്കിൽ ചെയ്തവരോ ഒക്കെ പലരും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കുകയും തെരുവങ്ങളിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് ന്യായവാദം മുഴക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് തിരസ്കരിക്കപ്പെടുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ഈശോ തന്നെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പതിയിരിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ചാണ്. അതായത് നമ്മളൊക്കെ ധരിക്കുന്നത് പോലെ നിത്യജീവിതം എന്ന് പറയുന്നത്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൻ്റെ സാധ്യതകൾ എന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ഈശോയുടെ കണ്ണിലൂടെ തന്നെ ഒന്ന് കാണുക. സുവിശേഷം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് അത് വ്യക്തമായ ദർശനത്തോടെ അതിനെ നമ്മൾ മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലതും ധരിച്ചു വച്ചിരിക്കുന്ന പലതും അത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അത് പല വിധത്തിൽ പലര് പറഞ്ഞ് പല കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് കർത്താവ് നൽകിയ ചില ആഴമായ ബോധ്യങ്ങളും ആഴമായ ചില കാര്യങ്ങളൊക്കെ എൻ്റെ അറിവിലും പരിമിതമായ അറിവിലും വായനകളിലും ധ്യാനങ്ങളിലുമൊക്കെ കിട്ടിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. അതെൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായങ്ങളൊന്നുമല്ല. പറയുന്ന എല്ലാം തന്നെ മിക്കവാറും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതുപോലെ തന്നെ ബൈബിള്, അതുപോലെ തന്നെ അങ്ങനെയുള്ള അതുപോലെ വിശുദ്ധരുടെ ചില ചരിത്രങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള, അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ, അതുപോലെ മാർപ്പാപ്പമാരുടെ തിരുലിഖിതങ്ങൾ, അതിലൊക്കെ പറഞ്ഞു വച്ചിട്ടുള്ള ചില ബോധ്യങ്ങളൊക്കെയാണ് ഈ ദിനങ്ങളിലെ നമ്മുടെ ധ്യാന വിഷയമാകുന്ന കാര്യങ്ങൾ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയുമാണ്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടന്നാൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇന്നിപ്പോൾ ഒത്തിരി പേർക്ക് ഉള്ള സംശയങ്ങളിൽ ഒന്നാണ് മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? അല്ലേ? നമ്മുടെ കത്തോലിക്ക വിശ്വാസികൾക്ക് പോലും ചിലർക്ക് അങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകാം. മരണത്തിന് ശേഷം, അതും ഈ മൃഗങ്ങളൊക്കെ ചാകുന്നത് പോലെ നമ്മളും മരിക്കുന്നു, മരിച്ച് അതോടെ തീരുന്നു, കുഴിയിൽ അല്ലെങ്കിൽ ചാരമായി പോകുന്നു, കുഴിയിൽ അടക്കി കഴിയുന്നു, അങ്ങനെ തീരുന്നു, അത്രയേ ഉള്ളൂ ജീവിതമെന്ന് പലപ്പോഴും പലരും ധരിക്കാറുണ്ട്. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, കൂദാശകൾ സ്വീകരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ പലരുടെയും ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പം അതൊക്കെ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ മേഖലകളെ ഒന്നുകൂടെ ബലപ്പെടുത്തി ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് ശരിയായ വിശ്വാസത്തിൻ്റെ പാതയിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളത് ആ ഒരു മാർഗനിർദ്ദേശം നമുക്ക് സഭയുടെ പഠനങ്ങളിൽ നിന്ന്, സഭയുടെ ഔദ്യോഗികമായ
ആ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് ഈ ധ്യാനം നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരായ ആളുകൾ, അവരുടെ ആത്മാക്കൾക്ക് അവരുടെ സഹനങ്ങളെ കുറച്ചു കൊടുത്ത് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെയും ജീവിതത്തെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതായത് നമ്മൾ മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോ പരിശ്രമങ്ങളും, അത് സഭയോടൊത്തുള്ള ഏത് പരിശ്രമത്തിൻ്റെയും ഒരു ഗുണമെന്തെന്ന് ചോദിച്ചാൽ, അത് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്കും സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിനെക്കുറിച്ച്, അവരെ അതിൽ നിന്ന് കരകയറ്റാനായിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ ദണ്ഡവിമോചനങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ, അത് ചെയ്യുന്നതിലൂടെ സഭ നമുക്ക് നൽകുന്ന വലിയൊരു സാധ്യത എന്തെന്നാൽ നമുക്ക് തന്നെയും വിശുദ്ധി പ്രാപിക്കാൻ, നമുക്ക് തന്നെയും സ്വർഗം നേടിയെടുക്കാനുള്ള വഴി അതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊരു ഡബിൾ ഇഫക്റ്റാണുള്ളത്. ഒന്ന്, അവർക്ക് സഹായമാകുന്നു, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായം കിട്ടുന്നു. രണ്ട്, അത് നേടിയെടുക്കുന്ന നമുക്കും ആ സഹായത്തിന്, അല്ലെങ്കിൽ ആ ശുദ്ധീകരണ സ്ഥലത്തെ ഒഴിവാക്കിക്കൊണ്ട് സ്വർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ആഴമായ ബോധ്യവും അതിനുള്ള കൃപയും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താം. ഇതിപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ സാധ്യതകൾ എന്താണ്. സഭയുടെ പഠനമനുസരിച്ച് മരണത്തിന് ശേഷം ഒരു വ്യക്തിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് മറ്റെന്തെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും നമ്മൾ വിശ്വാസപ്രകാരം നോക്കുമ്പോൾ മരണമെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതിനെയാണ്. ആത്മാവ് വേർപെട്ട് ആത്മാവിന് വേണ്ടി നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ആ അനുഭവത്തിലേക്ക്, ആ ഇടത്തേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആത്മാവിന് വേണ്ടി നിശ്ചയിച്ചു വച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ദൈവത്തോടൊപ്പം നിത്യകാലവും സ്വർഗത്തിൽ വസിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ഈ നിശ്ചയത്തിന് വിരുദ്ധമായി ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ശത്രുതയിൽ ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ഒരുപക്ഷെ മരണത്തോടൊപ്പം, മരണത്തിൻ്റെ ആ സമയം ദൈവത്തോടുള്ള ശത്രുതയിലായി ആ വ്യക്തി ഒരുപക്ഷെ ദൈവത്തോടുള്ള നിത്യശത്രുതയിൽ വസിക്കുന്ന നരകത്തിന് അർഹമാകാം. അതുകൊണ്ട് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന് സ്വർഗം, രണ്ട് നരകം. അത് രണ്ടും നിത്യമാണ്. അതുകൊണ്ട് നിത്യമായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്വർഗം, രണ്ട് നരകം. ആ രണ്ടും നിത്യമാണ്. അത് എന്നേക്കുമായിട്ടുള്ളതാണ്. അതിൽ പ്രവേശിച്ചാൽ അതിൽ നിന്ന് പിന്നെ പിന്തിരിയുക എന്ന് പറയുന്നത് സാധ്യമല്ല താനും. നരകത്തിൽ പോയ ഒരാൾക്ക് അതിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം നരകമെന്ന് പറയുന്നത് നിത്യമാണ്. നരകത്തിൽ ആരും അബദ്ധത്തിൽ പോയി വീഴുകയില്ല. നമ്മൾ ചിലപ്പം അബദ്ധത്തിൽ തെന്നി വീണ് ഒരു കുഴിയിൽ വീഴുന്നത് പോലെ ആരും അബദ്ധത്തിലൊന്നും നരകത്തിൽ പോകുകയില്ല. സ്വർഗവും അതുപോലെ തന്നെ നിത്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഇനി ഒരാൾ നരകത്തിലേക്ക് പോകുകയില്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള പൂർണ്ണത നേടിയെടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ പൂർണ്ണത നേടിയെടുക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭവമാണ് ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥ എന്നൊക്കെ പറയുന്നതാണ്. ഇത് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മതബോധന ഗ്രന്ഥത്തിൽ ഏതാണ്ട് 1000 ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെയുള്ള ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് CCCയിൽ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 1031 മുതലാണ്. 1020 മുതൽ 1023 മുതൽ 1029 വരെ സ്വർഗത്തെക്കുറിച്ചും 1030 മുതൽ 32 വരെ
ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും 1033 മുതൽ 1037 വരെ നരകത്തെക്കുറിച്ചുമുള്ള സൂചനകൾ, കൃത്യമായ ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. അതിനുശേഷം പിന്നെ 1038 മുതൽ 1041 വരെ അവസാന വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തനത് വിധിയെക്കുറിച്ച് 1021, 22 പാരഗ്രാഫുകളും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ധ്യാനിക്കുന്നതും അതിലൂടെ കടന്നു പോകുന്നതൊക്കെ ഇതിനെയൊക്കെ ആസ്പദമാക്കിയായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നോക്കുക, സ്വർഗമെന്ന് പറയുന്നത്, നരകമെന്ന് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്നത്, ഈ 3 കാര്യങ്ങളിൽ നരകവും സ്വർഗവുമാണ് നിത്യമായത്. ചിലരുണ്ട് നരകത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തെറ്റ്, ആ ഗ്രൂപ്പുകളെ നമ്മുടെ സഭ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു സംഘമുണ്ട്. അവരെ ഞാൻ കുറ്റപ്പെടുന്നില്ല, അവർ വളരെ തീക്ഷ്ണതയുള്ള ആളുകളായിരുന്നു. പക്ഷെ അത് സഭയുടെ പഠനങ്ങളിൽ നിന്നും സഭയുടെ ചൈതന്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാടുകളോടെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ലഭിച്ച ഒരു ബോധ്യമാണെന്ന് കരുതി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള തെറ്റവിടെയാണ്. അവർ നരകത്തിലുള്ള ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. കാരണം അതിനാൽ തന്നെ വലിയൊരു തെറ്റാണ്. നമ്മുടെ സഭയുടെയും അതുപോലെ തന്നെ വാസ്തവ വിരുദ്ധമായൊരു കാര്യം തന്നെയാണ്. കാരണം നരകമെന്നത് നിത്യമാണ് എന്നുള്ളതാണ്. നരകത്തിൽ ഒരു മരിച്ചു പോയ വ്യക്തിയുടെ ആത്മാവ് നരകത്തിൽ നിബദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ അവസാന സമയത്തെ അല്ലെങ്കിൽ മരണസമയത്തെ ഒരു പ്രവൃത്തിയുടെയോ ചിന്തയുടെയോ വാക്കിൻ്റെയോ ഫലമല്ല, പിന്നെയോ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ്റെയും ആകത്തുകയാണത്. ആ വ്യക്തി ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അന്ത്യം വരെയും പിന്നീട് അവസാനവും ദൈവകൃപയെ പൂർണ്ണമായും തിരസ്കരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി സ്വയമേ തിരഞ്ഞെടുക്കുന്നതാണ് നരകമെന്ന് പറയുന്നത്. അല്ലാതെ അതൊരു സ്വാഭാവികമായി വന്നതോ അല്ലെങ്കിൽ അത് ആരോ അടിച്ചേൽപ്പിച്ചതോ ദൈവം അദ്ദേഹത്തെ നരകത്തിലേക്ക് നിബന്ധിപ്പിച്ചതോ തള്ളിവിട്ടതോ അല്ലെങ്കിൽ ദൈവം ശിക്ഷിച്ചു അന്നും ആരും ചിന്തിക്കേണ്ടതില്ല. പിന്നെയോ അത് സ്വയം ഉള്ള തിരഞ്ഞെടുപ്പാണ്. സ്വർഗമായാലും നരകമായാലും അങ്ങനെ തന്നെ അത് സ്വന്തം തിരഞ്ഞെടുപ്പാണ്. അപ്പം ഇത് പലരും ചിന്തിക്കാറുണ്ട്, ദൈവം നരകത്തിലേക്ക് വിടാൻ മാത്രം ദൈവം ക്രൂരനാണോ? അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പലരും നരകമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ 3 കാര്യങ്ങളിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകളും സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല കത്തോലിക്ക വിശ്വാസികളിൽ പോലും പലരും നിഷേധിക്കുന്ന കാര്യമാണ് നരകം ഇല്ല എന്ന്. പല വൈദികർ എന്നോട് തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ ശുദ്ധീകരണാത്മാക്കൾ നമ്മളെന്നൊക്കെ പറയുന്ന പുസ്തകവും മറ്റ് ചില ക്ലാസ്സുകളൊക്കെ കേട്ടും പുസ്തകം വായിച്ചിട്ടൊക്കെ പല അച്ഛന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നരകം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നരകം ഉണ്ടാകില്ല. കാരണം ഒരച്ഛൻ ഒന്നല്ല പലരും പറയുന്നത് നരകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവാനായ ദൈവമുള്ളപ്പോൾ ഒരിക്കലും ദൈവത്തിന് നരകം ഉണ്ടാക്കാൻ പറ്റിയല്ല എന്ന്. ദൈവമല്ല നരകം ഉണ്ടാക്കുന്നത്. നരകം ഇല്ല എന്ന് പറയാൻ പറ്റിയല്ല. ബൈബിളും കത്തോലിക്കാ സഭയുടെ വിശ്വാസവും എല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കാണത് നിഷേധിക്കാനാവുക? പണ്ട് നരകമുണ്ട്. അത് നിത്യനരകത്തെക്കുറിച്ച് ബൈബിൾ നിശ്ചിതമായിട്ടും കൃത്യമായിട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യങ്ങൾ ക്രിസ്തുവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതാർക്കും നിഷേധിക്കാനാവില്ല. പക്ഷെ ദൈവം പരമകാരുണ്യവാനായതുകൊണ്ട് ഒരു വ്യക്തിയെ നരകത്തിലേക്ക് ദൈവത്തിന് തള്ളിയിടാനാവില്ല എന്നുള്ളത് അത് ശരിയാണ്. കാരണം ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദൈവം എങ്ങനെയെങ്കിലും ഒരാളെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് ദൈവം പരിശ്രമിക്കുന്നതും. അതുകൊണ്ട് ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല എന്ന് കരുതി നരകമില്ല എന്ന് നമുക്ക് പറയാനാവില്ല. നരകമുണ്ട്. അത് ഈശോയുടെ വാക്കുകളിലൊക്കെ എത്ര കൃത്യമാണത്. ഈശോ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അവസാന വിധിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈശോ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. നീതിമാന്മാർ സ്വർഗത്തിലേക്ക്, അതുപോലെ തന്നെ നീതിരഹിതരായവർ നിത്യനരകത്തിലേക്ക്, സാത്താനും പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും വെറും ഉപമയായിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല.
ഈശോയുടെ എത്രയോ ഉപമകളിൽ ഈ നരകത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, ഈശോ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഈശോ ആലങ്കാരികമായി പറഞ്ഞു എന്നൊക്കെ ആക്കേണ്ടി വരും. അതൊക്കെ വെറുതെ അത് ആ ഒരു തലത്തിലല്ല. ഇനി അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ശുദ്ധീകരണ സ്ഥലമില്ല എന്ന്. ശുദ്ധീകരണ സ്ഥലമില്ല എന്ന് പറയുന്നവരും ധാരാളം പേരുണ്ട്. നമ്മളതിനെക്കുറിച്ച് പിന്നീട് അടുത്ത ദിവസങ്ങളിലെങ്ങാനും നമുക്ക് സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലമില്ല എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ ഈ പ്രൊട്ടസ്റ്റൻ്റ് അതുപോലെ തന്നെ പെന്തക്കോസ്ത സഭാ വിഭാഗങ്ങളിലുള്ളവർ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലമില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗവും നരകമേ ഉള്ളൂ. അപ്പം യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ ഉടനെ അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, അല്ലാത്തവരൊക്കെ നശിച്ചു പോകുന്നു എന്നുള്ള ചിന്തയാണവർ. പക്ഷേ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ആ അനുഭവത്തെ അങ്ങനെ ഒന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്രകാരമുള്ളവർ. അത് 14-15 നൂറ്റാണ്ടുകളിലൊക്കെ രൂപം കൊണ്ട ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളും അല്ലെങ്കിൽ പെന്തക്കോസ്ത സഭകളിലും അവരപ്രകാരം ചിന്തിച്ചു. പക്ഷേ സഭയുടെ ആരംഭം മുതലുള്ള ചിന്തകളും ആരംഭം മുതലുള്ള ബോധ്യങ്ങളുമൊക്കെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. കാരണം സഭയുടെ ആരംഭം മുതൽ തന്നെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ഉം 4-ഉം 5-ഉം 6-ഉം നൂറ്റാണ്ടുകളിലെല്ലാം മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവും അവർക്ക് വേണ്ടി ബലികളർപ്പിക്കുന്ന പതിവും അവർക്ക് വേണ്ടി തുടർച്ചയായി ബലികളർപ്പിക്കുന്ന പതിവുമൊക്കെ സഭയിൽ നിലനിന്നിരുന്നു എന്നുള്ളത് ആ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? സ്വർഗത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം ദേ ആർ ഓൾറെഡി ഇൻ ഹെവൻ. അവർ ഓൾറെഡി സ്വർഗത്തിലാണ്. നരകത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവർ നരകത്തിലാണ്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു സഭാപിതാക്കന്മാർ, ആദിമസഭ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനാൽ തന്നെ അർത്ഥം മരിച്ചവർ സ്വർഗവും നരകവും അല്ലാതെ തന്നെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരനുഭവമുണ്ടെന്നും ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നുള്ള അവബോധം ആദിമസഭ മുതൽ സഭയിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ സഭാപിതാവാണ്. സഭയുടെ ആരംഭകാലത്തെ വലിയൊരു വിശ്വാസ സംരക്ഷകനാണ് സഭാപിതാവായ തെർത്തുല്യൻ. അദ്ദേഹം ഒരിക്കൽ കൊടുക്കുന്ന ഒരു ഉപദേശം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ ഉടനെ പോയി 2ാമത്തെ വിവാഹം കഴിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ നിൻ്റെ ഭർത്താവ് അവൻ സ്വർഗത്തിലെത്തുന്നതുവരെ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ അവന് വേണ്ടി ബലികൾ അർപ്പിക്കുകയും അവൻ്റെ മരണവാർഷിക ദിനത്തിൽ അവന് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് തെർത്തുല്യൻ കൊടുക്കുന്നത്. അത് 2-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അപ്പസ്തോലിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ ഇപ്രകാരം ഒരു ചിന്ത കൊടുക്കണമെന്നുണ്ടെങ്കിൽ സഭയിൽ അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിച്ചുപോയവരെ വിസ്മരിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ബലികളർപ്പിക്കണം എന്നുള്ള ആഴമായ ബോധ്യം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അപ്പം അതുപോലെ അല്ലെങ്കിൽ 3-ഉം 4-ഉം 4-ഉം 5-ഉം നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന വിശുദ്ധ ആഗസ്റ്റിനോസിൻ്റെ അമ്മ വിശുദ്ധ മോണിക്ക തൻ്റെ മരണത്തോടടുത്തപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ആഗസ്റ്റിനോസ് തൻ്റെ ദ കൺഫെഷൻ എന്ന് പറയുന്ന ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 9-ാമത്തെ അധ്യായം അദ്ദേഹം ഈ അമ്മ മോണിക്കയുടെ വാക്കുകളാണ്. അദ്ദേഹം അമ്മ മോണിക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില ഹൃദയസ്പർശിയായ കാര്യങ്ങളാണ് ആഗസ്റ്റിനോസ് എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മ മോണിക്ക അവൾ മരിക്കുന്ന സമയത്ത് മരണത്തിന് ശേഷം അവൾക്ക് വേണ്ടി വലിയ മോണ്യുമെൻറ്റ്സ്, സ്മാരകങ്ങളോ അല്ലെങ്കിൽ വലിയ സുഗന്ധദ്രവ്യങ്ങളിട്ട് അവളുടെ ശവശരീരം മൂടുന്നതിനെക്കുറിച്ച് ഒന്നുമല്ല അവൾ പറഞ്ഞത്. പിന്നെയോ മരിക്കാറായ സമയത്ത് എന്നോട് അവൾ പറഞ്ഞത്, നീ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെയും ഓർക്കണം എന്നാണ് അവൾ പറഞ്ഞത് എന്ന് വിശുദ്ധ ആഗസ്റ്റിനോസ് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
ആ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ആദിമസഭയിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത, ആഴമായ ചിന്ത സഭയിലുണ്ടായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയല്ലേ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയല്ലേ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയും. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ, ധാരാളം അനുഭവങ്ങൾ നമുക്ക് ആദിമസഭയിലും അതുപോലെ തന്നെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സഭയിൽ ആരംഭം മുതൽ ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ ആ ബോധ്യങ്ങൾ, അപ്പോസ്തലന്മാരിലൂടെ കൈമാറി വന്ന ആ ബോധ്യങ്ങൾ സഭയിലൂടെ അനസ്യൂതം ഇന്നും തുടരുന്നു. അതിലൊരു വലിയ വിശ്വാസ മേഖലയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുക, അവർക്ക് വേണ്ടി ബലികൾ അർപ്പിക്കുക, അവർക്ക് വേണ്ടി ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആഴമായ ബോധ്യങ്ങൾ. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലമുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ശുദ്ധീകരണ സ്ഥലമുണ്ട്. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഒരു വ്യക്തിയോടുള്ള ആത്മാവിനോടുള്ള ദൈവത്തിൻ്റെ കരുണ തന്നെയാണത് എന്നോർക്കുക. കാരണം ഈ ഒരു അനുഭവം ഇല്ലായിരുന്നെങ്കിൽ ഒരു ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ നരകത്തിലേക്കും മാത്രമേ പോകൂ. മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ മാത്രമുള്ള പൂർണ്ണ വിശുദ്ധി നേടിയെടുത്ത് എത്ര പേരുണ്ട് അതിന്? നമുക്കറിയാം, ഒരു ദിവസം ലോകമാസകലമായിട്ട് ആവറേജ് മരിക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് 1,53,000 അല്ലെങ്കിൽ 1,60,000 പേരെന്ന് കൂട്ടിക്കൊള്ളുക. അങ്ങനെ 1,60,000 പേര് ഒരു ദിവസം മരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേര് മരിക്കുന്ന സമയത്ത് നേരെ സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള യോഗ്യത നേടിയെടുത്തിട്ടുള്ള എത്ര പേരുണ്ടാകാം? വളരെ വളരെ ചുരുക്കം പേരെ ഉണ്ടാവൂ എന്നുള്ളതാണ് വാസ്തവം. ഇനി നേരെ നരകത്തിലേക്ക് പോകുന്നവരുടെ എണ്ണവും കുറവായിരിക്കാം. കാരണം അതുപോലെ ദൈവത്തെ വെറുത്ത് സഹോദര സ്നേഹവും ദൈവസ്നേഹവും പൂർണ്ണമായും നശിപ്പിച്ച് സ്വന്തം ആത്മാവിനെ അതുപോലെ വിരൂപമാക്കിയവരാണ് നരകത്തിൽ പോകും. അല്ലാതെ ഒന്നും നരകത്തിൽ പോകുക എന്ന് പറയുന്നതും അതും അത്ര എളുപ്പമല്ല. ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ ഒരാൾ നരകത്തിൽ പോകുന്നൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നരകത്തിൽ പോകണമെങ്കിൽ അതുപോലെ ദൈവത്തെയും ദൈവസ്നേഹവും പരസ്നേഹവും ഒക്കെ അതുപോലെ നശിപ്പിച്ച് സ്വന്തം ആത്മാവ്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച സ്വന്തം ആത്മാവിനെ നശിപ്പിച്ച വ്യക്തികൾക്കാണ്, ഡിസ്ഫിഗർ ചെയ്ത ആളുകളാണ് നരകത്തിലേക്ക്, പൂർണ്ണമായും നശിപ്പിച്ച വ്യക്തികൾക്കാണ് നരകം നോക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നരകം കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരും വളരെ ചുരുക്കം. അങ്ങനെയൊക്കെ മരിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. കാരണം പൂർണ്ണമായും ദൈവത്തോടുള്ള ശത്രുത, സഹോദര സ്നേഹം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട അവസ്ഥ, ഒരു അല്പം പോലും സ്നേഹമില്ലാതെ മരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചാൽ അവർ നരകത്തിൽ തന്നെയാണ് പോകുന്നത്. നരകമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അതുകൊണ്ടത് ഒഴിവായി പോകുകയല്ല. നരകമുണ്ട്. ആ നരകത്തിൽ എങ്ങനെയുള്ളവർ പോകുന്നു, അല്ലെങ്കിൽ ഏതവസ്ഥയിലുള്ളവരാണ് അങ്ങനെ പോകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അനാവശ്യമായ ഭയങ്ങളും നമുക്ക് ആവശ്യമില്ല. നരക ഭയം എന്ന് പറയുന്നത് അതൊരു നല്ല ഒരു ഭയമായിട്ടുള്ളത് നല്ലതാണ്. നരകമെന്നും ഉണ്ട് എന്നുള്ള ചിന്ത നമുക്കുള്ളത് നല്ലത് തന്നെ. പക്ഷേ നരകത്തെ പേടിച്ച് നരകത്തിൽ പോകുമോ എന്ന് പേടിച്ചൊന്നും ആരും ജീവിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ദൈവത്തെ ലക്ഷ്യമാക്കി തന്നെ പോകുക. അതിന് നമുക്ക് പൂർണ്ണമായും ആ സ്വർഗത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ മരണസമയത്ത് സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള ആ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി ഈ ലോക ജീവിതത്തിൽ നമ്മാലാവും വിധം നമ്മൾ തന്നെയും ചെയ്യുക. അതുപോലെ തന്നെ ആ കുറവുകളോടുകൂടെ മരിച്ചുപോയ വ്യക്തികൾക്ക്, ആ ആത്മാക്കൾക്ക് നമ്മളാലാവും വിധം സഹായങ്ങളും നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ആരംഭ ദിവസമായ ഇന്ന് നമുക്ക് ഈ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം സഭ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം, ഇത് സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ പാരമ്പര്യവും ബൈബിളും സഭാപിതാക്കന്മാരുടെയും സഭയുടെ പഠനങ്ങളുടെ എല്ലാത്തിൻ്റെയും രത്ന ചുരുക്കമാക്കി പഠിപ്പിക്കുന്ന കാര്യമാണ് കാറ്റക്കിസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ മാത്രം, ഇതിപ്പം കാർഡിനൽ ക്രിസ്റ്റോഫ് ഷോൺബോൺ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാറ്റക്കിസം ഉണ്ടാക്കിയതെങ്കിൽ പോലും
അദ്ദേഹം എഴുതിയതൊന്നുമല്ല. അത് എഴുതുന്നതിൻ്റെ ആഴത്തിൽ കിടക്കുന്നത് അത് സഭയുടെ പഠനങ്ങൾ, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, ബൈബിളിൻ്റെ പഠനങ്ങൾ, അതുപോലെ തന്നെ തിരുസഭയുടെ സൂനകദോസുകളുടെ പഠനങ്ങൾ, ഇതെല്ലാം ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു എഴുത്തുകളാണ്. അതാണ് സഭയുടെ പഠനങ്ങൾ. ഇനി ഇതിൽ നമ്മൾ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്വർഗം എന്ന് പറയുന്നത് എന്ത്? സ്വർഗത്തിൽ പോകുന്നത് ആരാണ്? അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള യോഗ്യത എന്താണ്? അപ്പം ചിലർ പറയാറുണ്ട്, എല്ലാവരും സ്വർഗത്തിൽ പോകും, അതുകൊണ്ടാണല്ലോ ശുദ്ധീകരണ സ്ഥലമില്ല എന്ന് ചിലരൊക്കെ പറയാൻ കാരണം നരകത്തിൽ പോകുന്നവർ വിശ്വസിക്കുന്നില്ല, സ്വർഗത്തിലേ പോകും എന്ന് വിചാരിക്കുന്നു. പക്ഷേ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. നമ്മളൊക്കെയും എല്ലാവർക്കും മരണത്തോടുകൂടെ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യം, അങ്ങനെ തന്നെ പോകണം. പക്ഷേ അങ്ങനെ പോകുന്നവരുടെയും എണ്ണം വളരെ വളരെ കുറവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ കാറ്റഗിസം എന്ന് പറയുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒന്ന് കേട്ടുകൊള്ളുക. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ദോസ് ഹു ഡൈ ഇൻ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് and are perfectly purified live forever with Christ. They are like God forever, for they see him as he is face to face. ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തെ പോലെ തന്നെ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കുമായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് സ്വർഗം. അതുമാത്രമല്ല, അതാരാണ്? എങ്ങനെയുള്ളവരാണ്? ദോസ് ഹു ഡൈ ഇൻ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തോടുള്ള സൗഹൃദത്തിലും കൃപാവരത്തിലും മരിക്കുന്നവർ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെയുണ്ട്: ആൻഡ് ആർ പെർഫെക്റ്റ്ലി പ്യൂരിഫൈഡ്, പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവർ. ഈ മൂന്ന് കാര്യങ്ങളോടെ മരണസമയത്ത് നേടിയെടുത്തവർ, ഈ മൂന്ന് കാര്യങ്ങൾ നേടിയെടുത്തവരാണ്. അങ്ങനെയുള്ളവരാണ് മരണത്തിനു ശേഷം അവർ നിത്യമായും ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് അവർ സ്വർഗത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണെന്നുള്ളത് ഓർക്കുക. ഒന്ന്, ദോസ് ഹു ഡൈ ഇൻ ഗോഡ്സ് ഫ്രണ്ട്ഷിപ്പ്, ക്രിസ്തുവിനോടുള്ള സൗഹൃദത്തിൽ മരിക്കുക. ഇനി ഇത്രയും ഇത് അല്പം കഴിഞ്ഞിട്ട് ഞാൻ വിശദമാക്കി പറയാം. മലയാളത്തിൽ അത് തന്നെ പറയും: ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്, എന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. ഇതാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് അത് കേട്ടുകൊള്ളുക. ശുദ്ധീകരണ സ്ഥലം 1030 പറയുന്നത്: ഓൾ ഹു ഡൈ ഇൻ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, രണ്ട് കാര്യങ്ങൾ: ദൈവത്തോടുള്ള സൗഹൃദത്തിലും കൃപാവരത്തിലും മരിക്കുന്നവർ. പിന്നെ ബട്ട് സ്റ്റിൽ ഇംപെർഫെക്റ്റ്ലി പ്യൂരിഫൈഡ്, പക്ഷേ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടാത്തവർ. ആർ ഇൻഡീഡ് അഷ്യൂർഡ് ഓഫ് ദെയർ ഇറ്റേണൽ സാൽവേഷൻ, അവർക്ക് നിത്യരക്ഷ ഉറപ്പാക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തോടുള്ള സൗഹൃദത്തിലും കൃപാവരത്തിലും മരിക്കുന്നു, പക്ഷെ അവർ അപൂർണമായി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അവർക്ക് നിത്യരക്ഷ അവർക്ക് ഉറപ്പായിട്ടുള്ളവരാണ്. കാരണം അവർക്ക് ദൈവത്തോട് സൗഹൃദമുണ്ട്, ദൈവത്തിൻ്റെ വരപ്രസാദത്തിലുമാണ് മരിച്ചത്. ബട്ട് ആഫ്റ്റർ ഡെത്ത് ദേ അണ്ടർഗോ പ്യൂരിഫിക്കേഷൻ, പക്ഷെ മരണത്തിന് ശേഷം അവർ ശുദ്ധീകരണത്തിന് വിധേയമാകണം. so as to achieve the holiness necessary to enter the joy of heaven. സ്വർഗീയ സന്തോഷം അനുഭവിക്കാനായി അവർക്ക് ഈ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തെ മലയാളത്തിലുള്ള കാറ്റഗിസം അല്പം തെറ്റിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തെറ്റ് തന്നെയാണത് അവിടെ. കാരണം ഈ മലയാളം വായിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. കാരണം ഈ മലയാളം മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതുപോലെയുള്ള അബദ്ധവും നമുക്ക് പറ്റിയേക്കാം. മലയാളത്തിൽ തന്നെ കൊടുത്തൊക്കെ നോക്കുക: ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും, ഇതിൽ തിരുത്തിയിട്ടുണ്ട്, പുതിയതിൽ തിരുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നത് പുതിയ
ഇതാണ്. അതുകൊണ്ടത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തേതിൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിലും എന്ന് തന്നെയായിരുന്നു. അത് മാറ്റിയത് നന്നായി. ഗുഡ്. അപ്പോൾ സൗഹൃദത്തിൽ മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും, അപ്പോൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ല അവർ. അപ്പോൾ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും അവർക്ക് അവർക്ക് നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയെടുത്തവരാണവർ. അപ്പം നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയെടുത്തു, പക്ഷെ അവർക്ക് പൂർണ്ണമായും ശുദ്ധീകരണം നേടിയെടുക്കാനായിട്ട് പറ്റാത്തവരാണ്. അവർ മരണത്തിന് ശേഷം ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോകേണ്ടിയിരിക്കുന്നു. ഇതാണ് സഭ പഠിപ്പിക്കുന്ന കാര്യം. നരകത്തെക്കുറിച്ച് പറയുന്നത് അടുത്ത് പിന്നെ നമുക്ക് കാണാം. നരകത്തെക്കുറിച്ചുള്ളൂടെ ഒന്ന് വായിച്ചേക്കാം. 1033 1033 പറയുന്നത്, ഞാൻ മലയാളത്തിൽ തന്നെ വായിച്ചേക്കാം. നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവിടുത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വചനമാണ്, ബൈബിളാണ്. നമ്മുടെ കർത്താവിൻ്റെ സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടുന്ന് നിന്ന് നാം വേർപെടുമെന്ന് അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരക പാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. കൃത്യമായ വ്യാഖ്യാനങ്ങളാണ്. അല്പം ദീർഘമായിട്ടാണെങ്കിൽ തന്നെയും അതിൽ പറയുന്നത് ആ നരകത്തിൽ പോകുന്ന ആരാ? ദൈവത്തോടുള്ള സ്നേഹം, സഹോദരങ്ങളോട്, ദരിദ്രരോട് കണ്ടോ, ദരിദ്രരുടെയും സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവങ്ങളുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ, അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടാൽ അങ്ങനെയുള്ള വ്യക്തികളാണ് അവർ നരകത്തിലേക്ക് നിവദിക്കുന്നത്. നരകം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കാണ് എന്ന് പറഞ്ഞാൽ സ്നേഹം പൂർണ്ണമായും ഡിസ്ഫിഗേർഡായി പോയ അവസ്ഥ. ദൈവം സൃഷ്ടിച്ച ഛായാസാദൃശ്യത്തിൽ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ഈ ഛായാസാദൃശ്യങ്ങളെ നശിപ്പിക്കുന്നത് സ്നേഹത്തെ നശിപ്പിക്കുന്നതിലൂടെയാണ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ ദൈവം സ്നേഹമായ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് നശിപ്പിക്കാൻ പറ്റുന്നത്? നമ്മളിലുള്ള സ്നേഹത്തെ നശിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സ്നേഹം നിറച്ചു തന്നുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ മനുഷ്യനായി ദൈവം നമ്മളെ മനുഷ്യരായി സൃഷ്ടിച്ചത്. മൃഗങ്ങളെ അങ്ങനെയല്ല. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാനും സഹചരെ സ്നേഹിക്കാനും ദരിദ്രരെയും പാവപ്പെട്ടവരെയും ഒക്കെ അവരുടെ ഗൗരവമായ ആവശ്യങ്ങളിൽ അവരെ സഹായിച്ചുകൊണ്ട് ഈ ദൈവസ്നേഹം പ്രകടമാക്കിക്കൊണ്ട് ഈ സ്നേഹമുള്ള ഹൃദയത്തെ, ആത്മാവിനെ, അതിനെ പരിപക്വമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഇതിൻ്റെ പൂർണ്ണത നേടിയെടുക്കാത്ത അവസ്ഥയിൽ ഒരു വ്യക്തി മരിച്ചാൽ, ഇപ്പം ആ വ്യക്തി മരിച്ചാൽ അവർ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നു. ഇത് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞാൽ അവർ നരകത്തിലേക്ക് പോകുന്നു. അത് പൂർണ്ണതയിലെത്തിയാൽ അവർ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇതാണ് കാര്യം. അപ്പോൾ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം, ഈ ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ? കാരണം ഇത് നമ്മൾ അല്ലെങ്കിൽ ഇപ്രകാരമുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങൾ ധാരാളം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളറിയണം, ഇതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം നൽകിയ ഒരു പാപ്പയാണ് ബെനഡിക്റ്റ് 16 പാപ്പ. നമ്മുടെ റിട്ടയർ ചെയ്ത പാപ്പ, രാജിവെച്ച് സ്ഥാനത്യാഗം ചെയ്ത പാപ്പ. അദ്ദേഹം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. കാർഡിനൽ റാറ്റ്സിംഗർ, ജോസഫ് റാറ്റ്സിംഗർ എന്ന് പറയുന്ന ആ വലിയ ദൈവശാസ്ത്രജ്ഞൻ്റെ പുസ്തകങ്ങളൊക്കെ അത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ മറ്റൊരാളില്ല എന്ന വിധത്തിലുള്ളതാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ റോമ അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന സമയത്ത്
ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2008 ഫെബ്രുവരി മാസം 7-ാം തീയതി വ്യാഴാഴ്ച ഈ റോമ അതിരൂപതയിലുള്ള വൈദികരെ അവിടെ ജോലി ചെയ്യുന്ന റോമ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത കൂടിയാണ് പാപ്പ. അപ്പം റോമ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത എന്ന നിലയിൽ അദ്ദേഹം ആ രൂപതയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വൈദികരുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മീറ്റിങ്ങിൽ വെച്ച് ആ സമ്മേളനത്തിൽ ഒരു ഫാദർ പീറ്റർ റിഗി എന്ന് പറയുന്ന ഒരു സലേഷ്യൻ വൈദികൻ പിതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. പാപ്പായോട് ചോദിച്ച ചോദ്യം ഇതാണ്. അദ്ദേഹം ചോദിച്ചു, പരിശുദ്ധ പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങ് മുന്നൊരുക്കമില്ലാതെ 2007 മാർച്ച് 25 നടത്തിയ ഒരു പ്രസംഗത്തിൽ അന്ത്യകാര്യങ്ങളെപ്പറ്റി, ലാസ്റ്റ് തിങ്സ്, അന്ത്യകാര്യങ്ങളെപ്പറ്റി വളരെ വിരളമായി മാത്രമേ ഇന്ന് സൂചിപ്പിക്കപ്പെടുന്നുള്ളൂ എന്ന് അവിടുന്ന് വളരെ വേദനയോടെ സംസാരിക്കുകയുണ്ടായി. ഇതൊരു വേദനയാണ്, പാപ്പ തന്നെ പറഞ്ഞ ഒരു വേദനയാണെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം. അന്ത്യകാര്യങ്ങൾ, ലാസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ മരണം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള തനത് വിധി, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, അന്ത്യവിധി, യേശുവിൻ്റെ വരവ്, യേശുവിൻ്റെ 2-ാം വരവ്, ശരീരങ്ങളുടെ ഉയർപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ അന്ത്യകാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്ന് വളരെ വിരളമായിട്ട് സംസാരിക്കുന്നുള്ളൂ എന്ന് പാപ്പ തന്നെ പറയുകയാണ്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പീറ്റർ റിഗി അച്ഛൻ ചോദിച്ചു, അങ്ങ് ഇങ്ങനെ പറയുകയുണ്ടായി, കുമ്പസാരം, കുർബാന, സ്ഥൈര്യലേപനം എന്നീ കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി കുട്ടികളെ ഒരുക്കാൻ വേണ്ടി ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് തയ്യാറാക്കിയ ചെറിയ വേദോപദേശ പുസ്തകത്തിൽ അതിലും ഈ വിശ്വാസ സത്യങ്ങൾ വളരെ ചുരുക്കമായേ സൂചിപ്പിക്കുന്നുള്ളൂ. പാപ്പായോട് പീറ്റർ റിഗി അച്ഛൻ പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഇത്. അദ്ദേഹം പറയുകയാണ്, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നീ വാക്കുകൾ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. സ്വർഗം, പാപം, ഉത്ഭവപാപം എന്നീ വാക്കുകൾ ഓരോ പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നോക്കുക, ശുദ്ധീകരണ സ്ഥലം, നരകം എന്നീ വാക്കുകൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ ഈ കുർബാനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ കുമ്പസാരത്തിനും സ്ഥൈര്യലേപനത്തിനും വേണ്ടി ഒരുക്കുന്ന കുട്ടികളെ നമ്മൾ ഈ പഠിപ്പിച്ചു വിടുമ്പോൾ അവർക്കിലേക്ക് ഈ ബോധ്യം പോലും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നഗ്ന സത്യമല്ലത്. അപ്പം അതിനെ കൂടെ എടുത്തു കാണിക്കുകയാണ്. ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് തയ്യാറാക്കുന്ന ആ ഒരു കാറ്റഗിസത്തിൽ പോലും ഇതിനെക്കുറിച്ച് കുട്ടികളോട് പറയുന്നില്ല. അപ്പം നമ്മുടെ എവിടെയോ പ്രശ്നം എവിടെ കിടക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളിലേക്ക് തന്നെ, അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ തന്നെ ഈ വിശ്വാസത്തിൻ്റെ, അതാണ് സത്യവും, സത്യസന്ധമായ ഈ വിശ്വാസ സത്യങ്ങളെ ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്കുമുണ്ട്, വൈദികർക്കുമുണ്ട്, പള്ളികളിലുമുണ്ട്, വേദോപദേശ ക്ലാസ്സുകളിലുമുണ്ട്, ഗുരുക്കന്മാർക്കുമൊക്കെ ഇതിന് ഉത്തരവാദിത്വമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം ഈ കുഞ്ഞുങ്ങളിലേക്ക് നൽകാനായിട്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെന്നുള്ളത്. തുടർന്ന് ഈ അച്ഛൻ പറയുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ സൂചിപ്പിക്കപ്പെടാതിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുന്ന ന്യായ സംവിധാനം മുഴുവൻ തകർക്കപ്പെടുന്നുവെന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? വീണ്ടും അദ്ദേഹം പറയാണ്, പാപത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിപ്പിക്കാതെ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിനെ ക്ഷയിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് പാപബോധത്തെ എടുത്തു മാറ്റാനും കുമ്പസാരമെന്ന കൂദാശയും വൈദികൻ്റെ തന്നെ രക്ഷാകരവും കൗദാശികവുമായ ഒരു രൂപത്തെയും തകർക്കാൻ പ്രോത്സാഹനമാകുമെന്നും അങ്ങ് കരുതുന്നുണ്ടോ? എന്നിട്ട് വീണ്ടും പറയുകയാണ് ഈ അച്ഛൻ, പാപ്പായോട് പറയുകയാണ്, ഇന്ന് നിർഭാഗ്യവശാൽ ബൈബിളിൽ നരകത്തെക്കുറിച്ച്, അല്ലെ സ്വർഗത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനകളുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ വൈദികർ പോലും അതിനെക്കുറിച്ച് വിശദീകരണവും വ്യാഖ്യാനവും കൊടുക്കാതെ പതുക്കെ അതിൽ നിന്ന് ഒഴിവാകുകയാണ് ഞങ്ങളും ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയാം. കാരണം ഞങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ വിശ്വാസികളോട് പറയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പീറ്റർ റിഗി അച്ഛൻ പാപ്പായോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപ്പ പറഞ്ഞ ഒരു ഉത്തരം അതല്പം ദീർഘമായ ഉത്തരമാണ്. അത് മുഴുവനും നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും തുടർന്ന് നമുക്ക് കാണാം, നാളെ അടുത്ത ദിവസങ്ങളിൽ കാണാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം കൊടുത്ത മറുപടി വളരെ സുന്ദരമായ മറുപടിയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളെ പ്രസംഗങ്ങളിൽ വളരെ വിരളമായി മാത്രം പറയുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമേയങ്ങളെക്കുറിച്ച്
അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, പാപ്പ പറയുകയാണ്, പ്രത്യാശയിൽ രക്ഷ സ്പേസാൽവി എന്ന ചാക്രി ലേഖനത്തിൽ, അദ്ദേഹം എഴുതിയ ചാക്രി ലേഖനമാണ്. ആ ചാക്രി ലേഖനത്തിൽ അന്ത്യവിധിയെക്കുറിച്ചും വിധിയെക്കുറിച്ച് പൊതുവിലും അതിനോടനുബന്ധിച്ച് ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചും പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. സ്പേസാൽവി എന്ന് പറയുന്ന ചാക്രി ലേഖനം, ബെനഡിക്ട് 16 പാപ്പായുടെ ചാക്രി ലേഖനം, അത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു പുസ്തകമാണ്. സാധാരണഗതിയിൽ മാർപ്പാപ്പന്മാരുടെ ചാക്രി ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൈവശാസ്ത്രജ്ഞന്മാർക്കോ ഒക്കെ വായിച്ചാലേ എപ്പോഴും പിടികിട്ടുള്ളൂ. പ്രത്യേകിച്ച് ബെനഡിക്ട് പാപ്പായുടെ ചാക്രി ലേഖനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആഴമായ ദൈവശാസ്ത്ര ചിന്തകളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ചാക്രി ലേഖനം, സ്പേസാൽവി അല്ലെങ്കിൽ പ്രത്യാശയിൽ രക്ഷ, സേവ്ഡ് ബൈ ഹോപ്പ് എന്ന് പറയുന്ന ഈ ചാക്രി ലേഖനം വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്കും വളരെ സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പാപ്പ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെക്കുറിച്ച് തന്നെ പാപ്പ പിന്നീട് ഒരവസരത്തിൽ പറയുന്ന കാര്യമാണിത്. പാപ്പ പറയുകയാണ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ന് പറയാനാണ് ആ ചാക്രി ലേഖനം തന്നെ അതിൽ തന്നെ ഞാൻ പരിശ്രമിച്ചത്. എന്നിട്ട് പാപ്പ പിന്നെ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനികൾ ഈ ഭൂമിയെ അവഗണിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന മാർക്സിസ്റ്റ് വാദം കേട്ട് നമ്മൾ അന്ധാളിച്ചു പോയി. കാരണം ഇത് പഠിപ്പിക്കാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സൂചനയാണ് പാപ്പ നൽകുന്നത്. അതായത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നുള്ള ആ ഒരു പഠനം നൽകിയ കാറൽ മാർക്സും അല്ലെങ്കിൽ മാർക്സിയൻ ചിന്തയുമൊക്കെ തന്നതെന്താണെന്നറിയോ, ആരോപിച്ചതെന്നറിയാവോ, സഭയെന്നും ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെയൊക്കെ അവഗണിച്ച് സ്വർഗത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നുള്ള വലിയൊരു ആക്ഷേപമുണ്ടായി. ആ ആക്ഷേപമുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പിന്നെ ആ ആക്ഷേപത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി പതുക്കെ നമ്മൾ സ്വർഗത്തെക്കുറിച്ചും നിത്യമായതിനെക്കുറിച്ചുമുള്ള ചിന്തകളൊക്കെ പതുക്കെ അവസാനിപ്പിച്ച് ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ തുടങ്ങി. അതാ പാപ്പ പറഞ്ഞത്. തുടർന്ന് പാപ്പ പറയുകയാണ്, അങ്ങനെ നമ്മൾ ഭൂമിയുടെ മേൽ പ്രതിജ്ഞാബദ്ധരാണെന്നും വിദൂരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുന്നവരല്ലെന്നും കാണിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. അങ്ങനെയുള്ള പരിശ്രമത്തിൽ എന്തു പറ്റി? നമ്മൾ പിന്നെ പഠിപ്പിക്കാൻ മറന്നുപോയി. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. പിന്നെ നമ്മൾ എന്തായി? സോഷ്യൽ വർക്കായി, മറ്റു പല കാര്യം. ഇതൊക്കെ വേണം കേട്ടോ, സോഷ്യൽ വർക്കല്ല, സോഷ്യൽ വർക്കിനേക്കാളും ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ തീർച്ചയായും വേണം. അത് നമ്മുടെ ജീവനാണ്. അത് സ്വർഗത്തിനുള്ള ഒരു വഴിയുമാണ്, സ്വർഗം നേടിയെടുക്കാനുള്ള വഴി കൂടിയാണ് കരുണയുടെ ശുശ്രൂഷകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്തായി? നമ്മൾ കുറേ കാര്യങ്ങൾ ഭൂമിക്ക് വേണ്ടി കുറേ പണിയെടുക്കുന്നവരായി മാറി. പക്ഷേ സ്വർഗത്തെ പതുക്കെ മറന്നു. അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. എന്നിട്ട് പാപ്പ പറയുകയാണ്, ഇന്ന് ക്രിസ്ത്യാനികൾ ഭൂമിക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണെന്നത് ശരിയാണെങ്കിലും ദൈവത്തിനുള്ളതും ദൈവത്തിൻ്റേതുമായ ഒരു യഥാർത്ഥ നഗരമാക്കി ഭൂമിയെ മാറ്റാൻ വേണ്ടി ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അപ്പോൾ പാപ്പ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭൂമിക്ക് വേണ്ടിയൊക്കെ ചെയ്യണം, പക്ഷേ ഭൂമിക്ക് വേണ്ടി നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യം വേണം. ഇത് പാപ്പ തുടർന്ന് പറയുന്നുണ്ട്. അപ്പം സ്വർഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടുകൂടെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാം നല്ല കാര്യം. ഇന്ന് സഭ ചെയ്യുന്നതുമായ കാര്യങ്ങൾ, രോഗി ശുശ്രൂഷകളോ അല്ലെങ്കിൽ ആശുപത്രികൾ, വിദ്യാസ്ഥാപനങ്ങൾ എല്ലാം അതൊരു ബിസിനസ്സായി മാറുന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം തെറ്റിപ്പോവുക നമ്മൾ. ഇവിടെ ഇതെല്ലാം ഈ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർഗത്തെയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ആ ബോധ്യങ്ങൾ നൽകുന്ന, അതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകാൻ പര്യാപ്തമാകുന്ന വിധത്തിലാകണം ഈ ഭൂമിയിലെ സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ ശുശ്രൂഷകൾ പോലും പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ജോലി ചെയ്യാൻ വിളിക്കപ്പെട്ടത് സ്വർഗമെന്ന ആ ഒന്നിൽ നമ്മുടെ ഒരു കാല് കുത്തിയിട്ട് വേണം അടുത്ത കാല് ഈ ഭൂമിയിൽ കുത്തി ഇവിടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ.
സ്വർഗത്തെ മറന്ന് രണ്ട് കാലും ഇവിടെ കുത്തി ഇവിടെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള കടന്ന് കുറേ പണിയെടുക്കുന്ന, ഭൂമിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ പണിയെടുക്കൽ പലപ്പോഴും നാശത്തിലേക്കാണ് നമ്മെ തന്നെയും കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ പാപ്പ പറയുന്ന അതിൻ്റെ വെളിച്ചത്തിൽ തുടർന്ന് പാപ്പ പറയുന്നത് ഈ ചാക്രി ലേഖനത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ കാര്യത്തെ സ്പഷ്ടമാക്കുക എന്നുള്ളതായിരുന്നു എന്ന് പാപ്പ തുടർന്ന് പറയുകയാണ്. എന്നിട്ട് പാപ്പ തുടർന്ന് ഈ നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെ പാപ്പായുടെ വളരെ സുന്ദരമായ പഠനങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് പാപ്പ പറയുകയാണ്, ഇന്ന് മനുഷ്യൻ സാധാരണ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഓ, എന്താ പാപം, ദൈവം വലിയവനാണ്, അവിടുത്തേക്ക് നമ്മെ അറിയാം, അതുകൊണ്ട് ദൈവം എല്ലാവരോടും കരുണയുള്ളവനായിരിക്കും. ഇതാണ് പലരെയും, പല വൈദികരെ പോലും പലരും നയിക്കുന്ന ചിന്തയതാ. നല്ല കാര്യം അത്. പാപ്പ തുടർന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന നല്ല കാര്യം, പക്ഷേ സത്യം അതല്ല എന്ന്. അതായത് ദൈവം കാരുണ്യവാനാണ്, അതുകൊണ്ട് പാപമൊന്നും പ്രശ്നമില്ല, ദൈവം അതെല്ലാം ക്ഷമിച്ച് എല്ലാ പാപത്തെയും ക്ഷമിച്ച് ദൈവം പൊക്കോളും, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ദൈവം എല്ലാവരോടും കരുണയുള്ളവനായിരിക്കും. ഗോഡ് ഈസ് നോട്ട് സോ മെറ്റിക്കുലസ്. അല്ലാതെ മനുഷ്യൻ്റെ ചെറിയ അപരാധങ്ങളും ചെറിയ പാപങ്ങളും അല്ലെങ്കിൽ ചെയ്ത് അതിനെയും നോക്കിയിരിക്കുന്നവനൊന്നും അല്ല ദൈവം എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയുള്ള ധാരണകൾ കൊടുക്കുന്നവരുണ്ട്. ദൈവം നോക്കിയിരിക്കുന്നില്ല, ശരിയാ. പക്ഷേ ഈ പാപം ഉണ്ടാക്കുന്ന ഫലങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ധ്യാനിക്കും. പാപം ഉണ്ടാക്കുന്ന ഫലങ്ങൾ അത് നമുക്ക് ആർക്കും ദൈവത്തിന് മാറ്റാൻ പറ്റിയല്ല, നമ്മൾ മാത്രമാണ്. നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മുടെ ആത്മാവിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ പറ്റി ചേർത്തിട്ടുള്ള ആ മാലിന്യങ്ങളും കറകളും കടങ്ങളുമൊക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല. സ്വർഗത്തിന് തടസ്സമാണ്, സ്വർഗീയ യാത്രയ്ക്ക് തടസ്സം തന്നെയാണത്. അവിടെയാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ദൈവം കാരുണ്യവാനാണ്, അതിനെക്കുറിച്ച് സംശയമില്ല. കാരണം അത് ശക്തമായിട്ട് പ്രഘോഷിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധാരാളം നമുക്ക് പറയാനുമുണ്ട്. പക്ഷേ ദൈവം കാരുണ്യവാനാണെന്ന് കരുതി ദൈവം എല്ലാ പാപത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണിതഫലങ്ങളെ നമുക്ക് മറന്നു കളയാൻ പറ്റിയല്ല. പാപ്പ പറയുകയാണ്, അത് സുന്ദരമായ പ്രതീക്ഷയാണ്, പക്ഷേ നീതിയും യഥാർത്ഥ തെറ്റും, ട്രൂ ഗിൽറ്റ് ആൻഡ് ജസ്റ്റിസ്, ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട്. ഇത് രണ്ടും നിലനിൽക്കുന്നു. അപ്പം യഥാർത്ഥമായ നീതി, ദൈവത്തിൻ്റെ നീതി, ദൈവം നീതിമാനാണെന്നുള്ളതാണ്. ദൈവം ഒരിക്കലും അനീതി കാണിക്കുകയല്ല. ദൈവത്തിൻ്റെ നീതി, ആ നീതിയെ അതിലംഘിക്കുന്നതല്ല. ദൈവത്തിൻ്റെ നീതിയും കരുണയും ഒക്കെ ഒന്നിച്ചു പോകുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കുന്നവർക്കാണ് ആ നീതിയെ മറികടക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ അഭയം തേടുന്നു, ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കുന്നു, ആ ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കുന്ന ആ കാരുണ്യത്തിൻ്റെ കൂദാശകളെ സ്വീകരിക്കുന്നു. അങ്ങനെ ആ ദൈവത്തിൻ്റെ കരുണയിൽ അഭയം തേടുന്ന വ്യക്തികൾക്ക് ഉറപ്പായും ലഭിക്കുന്ന ഒന്നാണ് ആ കാരുണ്യത്തിൻ്റെ ഫലമായി അവർക്ക് ലഭിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിലൂടെ ആണെങ്കിൽ പോലും സ്വർഗത്തിലേക്കുള്ള ആ ഒരു വഴി. പക്ഷേ ഈ ദൈവത്തിൻ്റെ കരുണയെ പൂർണ്ണമായും തിരസ്കരിക്കുന്നവർക്കുള്ള അനുഭവത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിച്ച് നമ്മൾ വായിച്ച് കേട്ടതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ആ ദൈവത്തിൻ്റെ കരുണയെ മരണസമയത്തും മരിക്കുന്ന സമയത്തും അതിനെ തിരസ്കരിക്കുന്ന, പൂർണ്ണമായും റിജക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് നിത്യമായും നരകത്തിലേക്ക് ഉള്ള സാധ്യതയാണുള്ളത്. ഉണ്ട്. പാപ്പ തുടർന്ന് പറയുകയാണ്, ഈ ഭൂമിയെയും മനുഷ്യരെയും നശിപ്പിച്ചവർക്ക് അവരുടെ ഇരകളോടൊപ്പം ദൈവത്തിൻ്റെ മേശയ്ക്ക് മുമ്പിൽ ക്ഷണനേരത്തിൽ ഉപവിഷ്ടരാകാൻ സാധിക്കില്ല. ഇത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നാസികളുടെ ഭരണകാലത്ത്, ഹിറ്റ്ലറിൻ്റെയൊക്കെ കിരാതമായ ഭരണകാലത്ത് കൊന്നൊടുക്കിയ ജനത്തെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജർമ്മൻകാരനായ ഈ ബെനഡിക്റ്റ് പാപ്പ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ നരനാരായിട്ട് നടത്തിയ ഈ ഹിറ്റ്ലർ, ഇപ്പോൾ ഹിറ്റ്ലർ നരകത്തിൽ പോയിട്ടുണ്ടാകും. അതിനെക്കുറിച്ചൊരു രസകരമായൊരു കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. ഹിറ്റ്ലർ മരിച്ച് നരകത്തിൽ ചെന്നു കഴിഞ്ഞപ്പം അവിടെ ഈ ബേൽസെബൂലും അതുപോലെ തന്നെ നരകത്തിൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ അവിടുന്ന് പേടിച്ചോടുക എന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് പോലും പേടി വരുന്ന ഒരു പിശാചിൻ്റെ രൂപമാണ് ഹിറ്റ്ലർ. അവരൊക്കെ അവിടുന്ന് ഹിറ്റ്ലറിനെ കണ്ടപ്പോൾ ഓടി എന്നാണ് പറയണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചന ഇത്രയേ ഉള്ളൂ,
ഇത്രത്തോളം വലിയ പൈശാചികമായ കൃത്യങ്ങൾ നടത്തി ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ആ ഒരു മേഖലകൾ മുഴുവനും സമ്പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞ ഈ മനുഷ്യൻ, അതാ പറഞ്ഞത്, ഭൂമിയെയും മനുഷ്യനെയും നശിപ്പിച്ചവർക്ക് അവരുടെ ഇരകളോടൊപ്പം, അപ്പം അതിന് ഇരയായവർ ചിലപ്പോൾ നിഷ്കളങ്കരായിരിക്കാം, അതിന് ഇരകളായവർ നേരെ ചിലപ്പോൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടാകാം. അപ്പോൾ അവരോടൊപ്പം ഈ ചെയ്തവരും ഒപ്പം സ്വർഗത്തിലിരിക്കും, അവരോടൊപ്പം കർത്താവിന് മേശയ്ക്ക് ചുറ്റും ഇരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല ക്ഷണനേരത്തിൽ. ചിലർ സമ്പൂർണ്ണമായ നാശത്തിലേക്കാകാം നരകത്തിൽ പോയത്. ഇനി എന്തെല്ലാം വലിയ ക്രൂരത ചെയ്തവരാണെങ്കിലും ചിലപ്പോൾ അവസാന സമയത്തെ ആ മരണത്തിൻ്റെ അവസാന സമയത്ത് ചിലപ്പോൾ ഒരു ദൈവമേ എന്നൊരു ചിന്തയോ ദൈവമേ ക്ഷമിക്കണമേ എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ രക്ഷപ്പെട്ടേക്കാം. അവസാന സമയത്തെങ്കിലുമുള്ള ആ ഒരു ചെറിയ ചിന്ത, ദൈവമേ ക്ഷമിക്കണമേ എന്ന്. ജീവിതകാലം മൊത്തം വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും ശരി, ഹിറ്റ്ലർ ആണെങ്കിലും ശരി, അവസാന സമയത്ത് അദ്ദേഹം മാനസാന്തരം അല്ലെങ്കിൽ ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും നശിച്ചു പോയെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റിയല്ല. മറ്റേത് കഥയൊക്കെയാണ് കേട്ടോ, കഥ മാത്രമേ ഉള്ളൂ, അത് യാഥാർത്ഥ്യമല്ല. ഒരു ഊഹത്തിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടായ അതിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു കഥയെന്ന് മാത്രം കൂട്ടി വെച്ചാൽ മതി. പക്ഷേ ഫ്രാൻസിസ് ബെനഡിക്റ്റ് പാപ്പ പറയുകയാണ്, ദൈവം നീതിയെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിൽ സൂക്ഷിക്കണം. അപ്പം ദൈവം നീതിമാൻ കൂടിയാണ്. ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെടുന്ന ഒന്നാണ് ശുദ്ധീകരണ സ്ഥലവും നരകവും. ദൈവത്തിൻ്റെ നീതി, കാരണം നീതിമാനായ ദൈവം നീതിപൂർവമായി ഓരോ വ്യക്തികളോടും പെരുമാറും. ഓരോരുത്തരും താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസരണമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് ബൈബിളും കൃത്യമായിട്ട് പറയും. നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരോടും ദൈവം താങ്കളുടെ പ്രവൃത്തികൾക്ക് അനുസരണമായിട്ടാണ് അവിടുന്ന് വിധിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. നന്മ ചെയ്തവരുടെ നന്മകൾ ദൈവം ഒരിക്കലും മറക്കുകയില്ല. ഇപ്പം നന്മകൾ കുറേ ചെയ്തിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം ചെയ്ത തെറ്റുകൾ ചെയ്തെന്ന് കരുതി ആ നന്മകളുടെ പേരിൽ ആ തെറ്റുകളെ മറക്കാനും പറ്റിയല്ലോ. അവിടെയാണ് നീതി. പക്ഷേ ആ തെറ്റുകൾക്ക് വേണ്ട പരിഹാരം ചെയ്ത് ആ തെറ്റുകളെ മറയ്ക്കാനായിട്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ മറയ്ക്കാനായിട്ടുള്ള സ്നേഹം നിറച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ദൈവം അത് മറഞ്ഞു കളയും. അവിടെ നീതിയായി. കാരണം തെറ്റിനുള്ള പരിഹാരം ചെയ്തു. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നുവെന്നാണ്. ലവ് കവേഴ്സ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻ എന്നല്ലേ പറയുന്നത്. സ്നേഹം നിരവധി പാപങ്ങളെ, പാപക്കൂമ്പാരങ്ങളെ മറയ്ക്കാൻ പര്യാപ്തമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാ തെറ്റുകളെയും മറയ്ക്കാനായിട്ട് സ്നേഹത്തിൻ്റെ സമൃദ്ധിക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം നിറച്ച് അങ്ങനെയുള്ള വ്യക്തികൾ ആ വന്നുപോയ വീഴ്ചകളെ, തെറ്റുകളെ മറയ്ക്കാനായിട്ട് ശ്രമിച്ചാൽ അവർ ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണ് ഈശോ ലൂക്കാസ് വിശേഷത്തിലൊക്കെ ആ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകുന്ന സമയത്തൊക്കെ അവളെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇവൾ എന്നെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വളരെ രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന വചനമാണ്. സ്നേഹം പാപത്തിൻ്റെ ശിക്ഷകളെ, പാപത്തിൻ്റെ മാലിന്യങ്ങളെ മറച്ചു കളയും. അത് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമൊന്നുമല്ല, മറ്റുള്ളവരെ കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. യഥാർത്ഥമായ സ്നേഹം. ചിലരില്ലേ വെറുതെ സ്നേഹം നടിക്കുന്നവരുണ്ട്. വെറുതെ സ്നേഹം കാണിച്ചതുകൊണ്ടോ സ്നേഹം നടിച്ചതുകൊണ്ടോ ഒന്നും കാര്യമായില്ല. യഥാർത്ഥമായ സ്നേഹം നിലനിൽക്കണം. യഥാർത്ഥമായ ആ ദൈവത്തിൻ്റെ ജെന്യുവനായിട്ടുള്ള സ്നേഹം, ആ സ്നേഹം നമുക്കുള്ളിൽ നിലനിന്ന് സഹോദരങ്ങളോട്, സഹചരോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ ആ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു അരൂപി, രോഗികളോട് അല്ലെങ്കിൽ ദുർബലരായവരോട്, അനാഥരോട്, വിധവകളോട്, ആരുമില്ലാത്തവരോട്, അങ്ങനെയുള്ളവരോടൊക്കെയുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ പാപം മറയ്ക്കപ്പെടും. അങ്ങനെയുള്ള സുവിശേഷ വേലകൾ, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ മിനിസ്ട്രി, ഇതൊക്കെ സുന്ദരമായിരിക്കും. അല്ലാതെ രോഗികളെ കുത്തിപ്പിഴിയാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിലും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും ശുശ്രൂഷയാകണമെന്നില്ല. പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതൊക്കെ നല്ല കാര്യം, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി നമ്മൾ ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യത്തിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ആ മേഖലകളെ നമുക്കൊന്ന് കണ്ടുകൊണ്ട്
ഈ മണിക്കൂറുകളിൽ ദിവികാരൻ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഏതാനും നിമിഷങ്ങളായിരിക്കാം. നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിയേശുവേ, പരിശുദ്ധനേ, ബലവാനേ, ആരാധന 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 സ്തുതിക്കുന്ന ഈശോയേ, മഹത്വപ്പെടുത്തുന്ന ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ആരാധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏക സത്യം ദൈവമായ അങ്ങേയും അങ്ങ് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവനെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം, യേശുവിനെ കർത്താദി കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം, യേശുവിനെ കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരിലും ഉന്നതനെ ആരിലും ഉന്നതനെ. ഒറ്റ വിളിയേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ
ഈ പരിശുദ്ധ കുർബാന തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ സാധ്യത തന്നെയാണ്. സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണിത്. ബ്രെഡ് ഫ്രം ഹെവൻ. ഈ സ്വർഗീയ അപ്പം നമ്മെ സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. ജീവന്റെ അപ്പമെന്നാണ്, നിത്യജീവൻ നൽകുന്ന അപ്പമാണിത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യജീവൻ ഉറപ്പു നൽകുന്ന അപ്പമാണിത്. ആ ഒരു ഉറപ്പാണ് സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ അപ്പം എൻ്റെ ശരീരം, എൻ്റെ രക്തം ഭക്ഷിക്കുന്നവൻ, പാനം ചെയ്യുന്നവൻ അവൻ നശിക്കുകയില്ല. ആ ഒരു ഉറപ്പാണ് നമുക്കുള്ളത്. സ്വർഗത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും നരകത്തെയും നിഷേധിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. വിശ്വാസ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തന്നെ ഉണ്ടാകാം. നമുക്ക് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. അപ്രകാരമുള്ളവരുടെ ചിന്തകൾ, ഒത്തിരിയേറെ വികലതകൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് വിതയ്ക്കുന്നുണ്ടാകാം. ശരിയായ ബോധ്യങ്ങൾ മനസ്സിലാകണം. ഈശോയെ, സത്യത്തെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നു. സത്യങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പഠിപ്പിക്കേണ്ടവരും ആ സത്യങ്ങൾ തന്നെ പഠിപ്പിക്കാൻ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച അതേ സത്യങ്ങൾ തന്നെ പഠിപ്പിക്കാൻ അവരെയും അനുഗ്രഹിക്കണമേ. ജീവന്റെ അപ്പമേ, ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ആത്മാവിൽ ജീവനായി, ഞങ്ങളുടെ ആത്മാക്കൾ, ആത്മശരീരങ്ങൾ സ്വർഗത്തിലെത്താൻ ഈ അപ്പത്തിന് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവികാരുണ്യേശോയെ, അങ്ങയെ സ്വീകരിക്കുന്ന വ്യക്തികൾ തന്നെ നിത്യശിക്ഷയ്ക്കും അവകാശമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനിലൂടെ ഞങ്ങളോട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ. അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവർ അവിടുത്തെ ശരീരത്തിനും രക്തത്തിനുമെതിരായി പാപം ചെയ്യുന്നു എന്ന് കൊറിന്ത്യർ ലേഖനത്തിൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിത്യജീവൻ ഉറപ്പു തരുന്നത് പോലെ ശിക്ഷയും ഉറപ്പു നൽകുന്നു ഈ ശരീരവും രക്തവുമെന്ന്. അയോഗ്യതയോടെ ഈ അപ്പവും ഈ ശരീരവും രക്തവും സ്വീകരിച്ചാൽ ശിക്ഷയുമായി. അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനോ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ അവസ്ഥയിൽ, മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് അങ്ങനെ ഈശോയുടെ ശരീരത്തിനും രക്തത്തിനുമെതിരായി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. നമുക്ക് മാപ്പ് ചോദിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ.
മരണമടഞ്ഞു പോയ ചിലർ അവർ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവരും ഈ പറഞ്ഞതുപോലെ തന്നെ അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അറിയില്ലാതെയാകാം, അറിവില്ലാതെയാകാം, ആ ബോധ്യങ്ങൾ ലഭിക്കാതെയാകാം. ദൈവം അവരോട് കരുണ കാണിക്കട്ടെ. മാരകമായ പാപങ്ങൾ ചെയ്ത് അതിനെക്കുറിച്ച് അനുദപിക്കാതെ, ഏറ്റുപറയാതെ, പാപമോചനം സ്വീകരിക്കാതെ ദിവികാരുണ്യം സ്വീകരിച്ചു പോയ, മരിച്ചുപോയ ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആത്മാക്കളോട് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി കൂടെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. അതേപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയോട് ഐക്യപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ, ആരാലും അറിയപ്പെടാതിരിക്കുന്ന അനേകം വിശുദ്ധര് വസിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഭൂമി. സഭയൊന്നും അവരെ വിശുദ്ധരെന്നൊന്നും വിളിക്കുന്നില്ല, പക്ഷേ അവരൊക്കെ വിശുദ്ധർ തന്നെയാണ്. അനേകം പേരുണ്ട് ദൈവത്തോടുള്ള സൗഹൃദത്തിലും കൃപാവരത്തിലും മരിക്കുന്ന സമയത്ത് പൂർണ്ണമായി വിശുദ്ധി നേടിയെടുത്ത അനേകര് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയിട്ടുണ്ട്. അവരെ ആരും അങ്ങനെ വിശുദ്ധരായിട്ടൊന്നും വണങ്ങുകയോ ഓർക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ വിശുദ്ധരാണ്. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരൊക്കെ ദൈവത്തിൻ്റെ മുഖം കണ്ട് സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക. നമുക്ക് മുൻപ് നമ്മുടെ തലമുറകളിൽ നിന്ന് മരണമടഞ്ഞ് സ്വർഗത്തിലെത്തിയവരെ കൂടെ നമുക്കിപ്പോൾ ഓർക്കാം. അവർക്ക് തീർച്ചയായും നമ്മുടെ തലമുറകളിലേക്ക് അനുഗ്രഹം ചൊരിയാനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് സാധിക്കുമെന്നുകൂടെ ഓർക്കുക. അത് വിശുദ്ധാത്മാക്കളുടെയൊക്കെ വെളിപാടുകളിലൂടെയും എഴുത്തുകളിലുമൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലെത്തിയ ഒരു വ്യക്തി, ഒരു ആത്മാവ്, ആരുടെ പ്രാർത്ഥന മൂലമാണ് അവർ സ്വർഗത്തിലെത്തിയത്? അവരെ സ്വർഗത്തിലെത്തിയ ശേഷം സഹായിക്കുമെന്നുള്ളത് ഒത്തിരിയേറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ ബലികൾ അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്ത് അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നത്തെ തലമുറകളിലേക്ക് അവരിലൂടെ കൃപകൾ ഒഴുകും. കാരണം അവർ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ജീവിക്കുന്നവരാണ്, ദൈവത്തോടൊപ്പം ജീവിക്കുന്നവരാണ്. അവർക്കും നമുക്കാവശ്യമായ കൃപകൾ നൽകാൻ ദൈവം അവസരം കൊടുക്കും. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പൂർവികരിൽ മരണമടഞ്ഞ് സ്വർഗത്തിലെത്തിയവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം നമ്മുടെ പൂർവികരായവരിൽ ഇപ്പോഴും ശുദ്ധീകരണത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കൺവെൻഷൻ്റെ ആദ്യ ദിവസമായി ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കുടുംബവൃക്ഷത്തിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയ, ചിലപ്പോൾ 50, 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞവരാകാം. പക്ഷെ അവരെയൊന്നും പലപ്പോഴും നമ്മൾ ആരും ഓർക്കുന്നുണ്ടാകില്ല. നമുക്ക് ഈ നിമിഷം 300, 400 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോയ വ്യക്തികൾ ഇപ്പോഴും ചിലപ്പോൾ ശുദ്ധീകരണത്തിൽ കഴിയുന്നുണ്ടാകാം, നമുക്കറിഞ്ഞുകൂടാ. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു, അഗാധത്തിൽ നിന്ന് എന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. അത് ശുദ്ധീകരണ സ്ഥലത്തിലെ പാതാളത്തിൽ കഴിയുന്ന ഒരു ആത്മാവിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് ബൈബിൾ പണ്ഡിതരും കാണുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഒരു പ്രാർത്ഥനയാണത്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥന അവർക്ക് വേണ്ടിയുള്ള കുർബാനയിൽ, സീറോ മലബാർ കുർബാനയിൽ പ്രാർത്ഥിക്കാറുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം അവരോടൊപ്പം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ
അഗാധങ്ങളിൽ നിന്ന്, ശുദ്ധീകരണ അനുഭവത്തിൻ്റെ ഈ അഗാധ വേദനകളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് അവരുടെ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തോടുകൂടെ എന്നേക്കും ജീവിക്കണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുഖം ഇനി എന്നേക്കുമായി കാണണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി അവർ അതിയായി ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ ജനോവയിലെ വിശുദ്ധ കാതറിൻ. 1447 ജനിച്ച് 1510 മരിച്ച ഒരു വിശുദ്ധയാണത്. അവൾ പറയുന്നത്, അവള് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, ആത്മാക്കളെ കുറിച്ചൊക്കെ ആഴത്തിൽ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അവൾ പറയുന്നത്, സ്വർഗത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന സന്തോഷം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണെന്നാണ്. ഭൂമിയിലുള്ളവരുടെ സന്തോഷമല്ല. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സന്തോഷമുണ്ട്. അവരുടെ സന്തോഷം ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള ഉറപ്പാണ്. അവർ ദൈവത്തെ കാണാനുള്ള തീവ്രമായ ആഗ്രഹത്താൽ സന്തോഷിക്കുന്നെങ്കിലും അവർ വേദനിക്കുന്നവരാണ്. കാരണം അവർക്ക് ഈശോയെ, ദൈവത്തെ കാണാനാകുന്നില്ല എന്നുള്ള വേദന. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് നിലവിളിക്കുന്നത്, ദൈവമേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദം നമ്മളിലേക്ക് മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളിലേക്കും ഒഴുകിയിറങ്ങട്ടെ. പരിശുദ്ധ കുർബാനയിലൂടെയുള്ള ഈ ആശീർവാദം നമ്മുടെ പ്രിയപ്പെട്ടവരായ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മരിച്ചുപോയ, ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് അവരെ ഓർക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാവരെയും, പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിലായിരിക്കുന്നവരെ, അവരിലേക്ക് ഈ ദിവ്യകാരുണ്യ ആശീർവാദം എത്തട്ടെ. അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനിടയാകട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.